വിവരം എല്ലാ രേഖകളിലും അവിടുത്തെ മുഖപത്രത്തിലും വളരെ വലിപ്പത്തിൽ എല്ലാ കോളങ്ങളിലും പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. ഇത് മൂടി വെക്കാൻ ഇവര് ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? 1.5 വർഷം മുമ്പത്തെ കണക്കാണ്. ഈ 2 മാസം മുമ്പാണ് സുന്നി വോയിസ് ഈ ലക്കം ഇറങ്ങിയത്. വാതിലടച്ചത് കൊണ്ട് രാത്രിയാവില്ല, ഇതെല്ലാവരും മനസ്സിലാക്കുന്നതല്ല. എന്നാൽ ഞാൻ നിഷ്പക്ഷമായി പറയട്ടെ, ഇതാണ് 2 മാസം മുമ്പത്തെ സുന്നി വോയിസിലെ സമീപനമെങ്കിൽ ഇത്തരം കളിയും വിരോധവും ഒന്നും ഇല്ലാത്തൊരു കാലത്തേക്ക് നമുക്ക് പോകാം. 98-ലാണല്ലോ കക്കാട് ഫൈസി തരീഖത്ത് സ്വീകരിച്ചത്. അതിന്റെ മുമ്പ് മിസറിനെ പറ്റി എന്താ എഴുതിയത്? അതിനു മുമ്പ് ഷെയ്ഖുൽ മശായിഖിനെ പറ്റി എന്താ എഴുതിയത്? അതിനു മുമ്പ് ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിമിനെ പറ്റി എന്താ എഴുതിയത്? അതും ഇവരെ കൊണ്ട് തന്നെ അല്ലാഹു തആല എഴുതിപ്പിച്ചിട്ടുണ്ട്. എഴുത്തുകാരനായ പത്രപ്രവർത്തകനായ ജനാബ് PMK ഫൈസി 993-ലാണ് അദ്ദേഹം മിസറിൽ പോയി 3 മാസം പഠിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ യാത്രാക്കുറിപ്പ് വിശദമായി പഠനമായി പുസ്തകമായി എഴുതിയിട്ടുണ്ട് എന്ന് 1995-ൽ അൽ ഇർഫാദ് മാസികയിൽ. അതിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഓരോ കാര്യത്തിലും നിഷ്പക്ഷമായി പഠിക്കുന്നവർക്കറിയാം. ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിം ഇപ്പോഴല്ലേ പേരോടിന് മുജാഹിദായത്, അവിടെ ചെന്ന് നേരിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ആളാണ് PMK ഫൈസി. അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിം. അദ്ദേഹം എഴുതുകയാണ്, സുന്നിയാണെന്നല്ല സുസുന്നിയാണ്. ഞാൻ തുറന്നു പറയുന്നു, PMK ഫൈസി എഴുതി വെച്ചതാണ്. എന്തുകൊണ്ട്? അഹമ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ മക്കാമിന് ചുറ്റും നടക്കുന്ന ചില സംഭവങ്ങളെ കുറിച്ച് പുത്തൻ പ്രസ്ഥാനക്കാർ വിമർശിക്കാറുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഞങ്ങൾ ആരോട് ചോദിച്ചു? ഈ പ്രശ്നം ഞങ്ങൾ പ്രമുഖ ഹദീസ് പണ്ഡിതനും ലോക പ്രശസ്ത ചിന്തകനും അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് പ്രസിഡന്റുമായ, അന്ന് അദ്ദേഹം അങ്ങനെയാണ്, ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിമിന്റെ മുന്നിൽ ഒരിക്കൽ എടുത്തിട്ടു. അദ്ദേഹം ഇത് തീർത്തും ന്യായീകരിക്കുകയായിരുന്നു. അതായത് പേരോടിനെ പോലുള്ള സുന്നി പണ്ഡിതന്മാര് പോലും ന്യായീകരിക്കാത്ത, അംഗീകരിക്കാത്ത ചില കാര്യങ്ങളെ സുന്നത്ത് ജമാഅത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിം പറഞ്ഞു. അത്രയും സുസുന്നിയാണ് എന്നാണ് ബഹുമാന്യനായ PMK ഫൈസി നേരിട്ട് പരിചയമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എഴുതിയത്. കക്കാട് ഫൈസിയുടെ തരീഖത്തിനെയും ഷെയ്ഖിനെയും അംഗീകരിച്ച ആളായതുകൊണ്ടല്ലേ പേരോട് അഹമ്മദ് ഉമർ ഹാഷിമിനെ ഇപ്പൊ മുജാഹിദാക്കി തള്ളിയത്? എന്നാ PMK ഫൈസിയോട് അവിടെ പോയി വന്ന ആളല്ലേ, ഒന്ന് ചോദിച്ചു നോക്കിക്കൂടെ? എന്നാ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. തരീഖത്ത് പ്രസ്ഥാനങ്ങൾ PMK ഫൈസി 93-ൽ അവിടെ പോയ ആളാണ്. 95-ൽ ലേഖനം എഴുതുന്നു. അദ്ദേഹം എല്ലാം അംഗീകരിച്ച് എഴുതുന്നുണ്ട്. അദ്ദേഹം എത്രത്തോളം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, മിസറിൽ അൽ അസ്ഹറിന്റെ സമീപനം തരീഖത്തിന് വളരെ അനുകൂലമാണ്. PMK ഫൈസി ഈജിപ്തില് തരീഖത്ത് സഭകളുടെ ശരിയാത്ത് ബന്ധത്തെക്കുറിച്ചൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതുകയാണ്, സുന്നി ആശയങ്ങളിലും തസവുഫ് തുടങ്ങിയ വിഷയങ്ങളിലും ഉറച്ച നിലപാട് തന്നെയാണ് അൽ അസ്ഹർ പുലർത്തിപ്പോരുന്നത്. അപ്പൊ അവിടുത്തെ നയത്തെ അംഗീകരിക്കുകയാണ് അദ്ദേഹം. തസവുഫിന്റെ പേരിൽ നടക്കുന്ന തിന്മകൾ വർജിക്കാനും വ്യാജന്മാരെ കണ്ടെത്തി ഉപദേശിച്ച് നന്നാക്കാനും. അപ്പൊ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു വ്യാജനാണെങ്കിൽ അവരെ കണ്ടെത്തി ഉപദേശിച്ച് നന്നാക്കും. ജാമിഉൽ അസ്ഹറിൽ അതിനുള്ള സഭ ഉണ്ട്. എന്നിട്ട് നന്നാകുന്നില്ലെങ്കിൽ അവർ അംഗീകരിക്കൂല. ഇത് PMK ഫൈസി നല്ല കാലത്ത് എഴുതി വെച്ചതാണ്. യഥാർത്ഥമായ തരീഖത്തിനെയും തസവുഫിനെയും പ്രോത്സാഹിപ്പിക്കാനും പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്യുന്നു. ഇതാണ് ഈജിപ്തിലെ പൊതു സ്വഭാവമെന്ന്, അൽ അസ്ഹറിന്റെ ഉലമാക്കളുടെ നയമെന്ന് PMK ഫൈസിയെ കൊണ്ട് അല്ലാഹു തആല 995-ൽ എഴുതിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, തരീഖത്ത് പ്രസ്ഥാനങ്ങൾ സൂഫികളുടെയും പുണ്യാത്മാക്കളുടെയും നാടാണ് മിസ്ർ. കുറെ അധികം എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എണ്ണമറ്റ ത്വരീഖത്ത് ശാഖകളും ആത്മീയ പ്രസ്ഥാനങ്ങളും ഈജിപ്തിലുണ്ടായി. 72 ത്വരീഖത്ത് ഗ്രൂപ്പുകളിലായി 50 ലക്ഷം അംഗങ്ങൾ അടങ്ങുന്ന മഹത്തായ ആത്മീയ സ്രോതസ്സാണ് ഈജിപ്തിൽ സൂഫിസം. ഒരു വരി പോലും അവിടെയുള്ള തസവുഫിനെയും ത്വരീഖത്തിനെയും വിമർശിക്കാനോ കുറ്റം പറയാനോ ശരീഅത്തിനെതിരുള്ള പലരും അവിടെ ഉണ്ട് എന്ന് പറയാനോ ജനാബ് PMK ഫൈസി ഈ ലേഖനത്തിൽ തയ്യാറായിട്ടില്ല. വസ്തുതാപരമായി ചിന്തിക്കുന്നവർക്ക് ഇത് മതി. അപ്പോഴന്നൊക്കെ അംഗീകരിച്ചവര് കക്കാട് ഫൈസിക്ക് ഒരു ത്വരീഖത്തും ഒരു ഷെയ്ഖും മിസ്റിൽ നിന്ന് കിട്ടി 98-ൽ. 2004-ൽ ആക്ഷേപം നടത്തി പുറത്താക്കി. അതിനുശേഷം മിസ്റിനെ തന്നെ ഭൂപടത്തിൽ നിന്ന് ഒഴിവാക്കാനാണോ പരിപാടി? ജനാബ് PMK ഫൈസി അന്ന് എഴുതിയതിന് നന്ദിയുണ്ട്. PMK ഫൈസി എഴുതുകയാണ്, അവിടെയുള്ള ത്വരീഖത്ത് മുന്നേറ്റങ്ങളുടെ ഗുണം കൊണ്ടുണ്ടായ നേട്ടം
രാഷ്ട്രീയ മാറ്റങ്ങളുടെയും ഭരണകൂടങ്ങളുടെ ഉത്ഥാന പതനങ്ങളുടെയും കൊളോണിയൽ ശക്തികളുടെയും മതവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെയും തള്ളിക്കയറ്റങ്ങളുടെയും നീണ്ട കഥകൾ അനുസ്മരിക്കാനുണ്ട് മിസ്റിന്. എന്നിട്ടോ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം മിസ്റിനെ രക്ഷപ്പെടുത്തിയതും രാജ്യത്തിന്റെ ഇസ്ലാമിക വ്യക്തിത്വവും പൈതൃകവും കാത്തു സൂക്ഷിച്ചതും ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളായിരുന്നു. ഈജിപ്തിലുള്ള ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളെ പറ്റി അദ്ദേഹം എഴുതിയ ഗുണങ്ങൾ അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. കാട് ഫൈസി അവിടെ നിന്ന് ത്വരീഖത്ത് സ്വീകരിച്ചതോടുകൂടി മിസ്റിലുള്ള ത്വരീഖത്തിന്റെ ഇപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ ഇല്ലാതെയായി പോകും. എന്നിട്ട് അദ്ദേഹം ബന്ധപ്പെട്ട ചില ഷെയ്ഖുമാരെ പറ്റിയും ചില ത്വരീഖത്തുകളെ കുറിച്ചും അദ്ദേഹം വല്ലാതെ പുകഴ്ത്തി പറയുന്നുണ്ട്. എന്നിട്ട് PMK ഫൈസി അവസാനം എഴുതുകയാണ്, കേവലം ഒരു ആത്മീയ പ്രസ്ഥാനം എന്നതിലുപരി ഒരു പ്രധാന മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമാണ് ജഅഫരി ത്വരീഖത്ത്. അത് അദ്ദേഹം പലപ്പോഴും പങ്കെടുത്ത് ബന്ധപ്പെട്ടു എന്ന് പറയുന്ന ഒരു ത്വരീഖത്താണ്. എന്നിട്ട് അദ്ദേഹം മൊത്തത്തിൽ ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളെ ഈജിപ്തിലുള്ളവരെ കുറിച്ച് പറയുന്നു. ഈ ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളുടെ സജീവ സാന്നിധ്യം സാംസ്കാരിക രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ വലിയ ജനക്കൂട്ടം അതാണ് തെളിയിക്കുന്നത്. ഒരു കുറ്റവും ഒരു വരിയിൽ പോലും PMK ഫൈസി എഴുതിയിട്ടില്ല. 93 അവിടെ ചെന്ന് എല്ലാം പഠിച്ച മിടുക്കനായ സമർത്ഥനായ പത്രപ്രവർത്തകനാണ് അദ്ദേഹം. എന്നിട്ട് എഴുതുകയാണ്, ശ്രദ്ധിക്കണം. എന്നിട്ട് കക്കാട് മുഹമ്മദ് ഫൈസിയുടെ ത്വരീഖത്തിനെ അവിടെ അദ്ദേഹം കണ്ടോ ഇല്ലേ? സയ്യിദി മുഹമ്മദ് ഉസ്മാൻ അബ്ദുൽ ബുർഹാനി റളിയല്ലാഹു അൻഹുവിന്റെ ത്വരീഖത്തായിട്ട് പറഞ്ഞിരിക്കുന്ന ആ ത്വരീഖത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് അവിടെ ഏറ്റവും സ്വാധീനമുള്ള ത്വരീഖത്ത് ഖാദിരി, റിഫായി, ഷാദുലി, അഹ്മദി, അൽ ബുർഹാനി. ഇവരൊക്കെ പറയാറില്ലേ? അൽ ഖൽവത്തി തുടങ്ങിയ ത്വരീഖത്തുകൾക്കാണ് ഈജിപ്തിൽ സ്വാധീനമുള്ളത്. ഇത് PMK ഫൈസി അന്ന് അവിടെ നിന്ന് കണ്ടുപഠിച്ച് എഴുതിയതാണ്. ഇവയുടെ ശാഖകളും ഉപശാഖകളുമാണ് മറ്റു ത്വരീഖത്തുകൾ. ഈ ത്വരീഖത്തുകളെ ശ്രദ്ധിക്കണം, എല്ലാം കൂട്ടിയിണക്കി ഗവൺമെന്റിന് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന അൽ മജ്ലിസ് അൽ അഅ്ലാ ലിത്തുറുഖി സൂഫിയ്യ എന്ന സംഘടന പ്രവർത്തിക്കുന്നു. അപ്പൊ ആ സംഘടനയൊക്കെ ഏതോ ഉദ്യോഗസ്ഥന്മാരുടേതാണ്, ഏതോ ജാഹിലീങ്ങളുടേതാണെന്നല്ല. ജാമിഉൽ അസ്ഹറിന്റെ കീഴിൽ എല്ലാ ത്വരീഖത്തുകളെയും സംയോജിപ്പിച്ച് സംയുക്തമായി പ്രവർത്തിപ്പിക്കുന്ന ബോഡിയാണ്. ഈ ബോഡിയുടെ സ്വഭാവം എന്താണ്? അദ്ദേഹം പറയുന്നു, ഈ സംഘടനാ പ്രസിഡന്റിന് ഷെയ്ഖുൽ മശായിഖ്, ഷെയ്ഖു മശായിഖു തുറുഖി സൂഫിയ്യ എന്ന് പറയുന്നു. അതെ, ആ ഷെയ്ഖു മശായിഖ് തുറുഖു സൂഫിയ്യ ഇന്നത്തെ സഈദ് അശ്ശിന്നാവി എന്ന മഹാനാണ് ടെലിവിഷൻ ഇന്റർവ്യൂവിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഖ്താറിനെ പുകഴ്ത്തി സംസാരിച്ചത്. ഇക്കഴിഞ്ഞ 3 മാസം മുമ്പ് ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ ടെലിവിഷൻ ചാനലിന് അഭിമുഖം കൊടുത്തു ഷെയ്ഖുൽ മശായിഖ് ഇപ്പോഴുള്ള ഷിന്നാവി. അദ്ദേഹം ഷെയ്ഖ് മുഖ്താറിന്റെ പേര് എത്ര പ്രാവശ്യമാണ് ടെലിവിഷൻ ചാനലിൽ പ്രഖ്യാപിച്ചത് ഷെയ്ഖ് മുഖ്താറിനെ പുകഴ്ത്തിയിട്ട്. കേവലം മുഖ്താർ നടത്തിയ ഒരു ചായ സൽക്കാരത്തിലല്ല, ടെലിവിഷൻ ചാനലിൽ പ്രസംഗിച്ചു. ഞങ്ങൾ നേരിട്ട് ഹാജരുള്ള സമയത്താണത്. അതിന്റെ വീഡിയോ റെക്കോർഡ് ഞങ്ങളുടെ കൈവശമുണ്ട്, നമുക്കൊക്കെ ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ടല്ലോ. എന്നാൽ അദ്ദേഹം എഴുതുകയാണ്, PMK ഫൈസി എഴുതുകയാണ്, ഷെയ്ഖു മശായിഖ് തുർഖ് സൂഫിയ്യ എന്ന് പറയുന്നു. ഈ ത്വരീഖത്തുകളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആളുടെ പേര് നീ ശ്രദ്ധിച്ചോ, കൈറോ യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി പ്രൊഫസറും ചിന്തകനുമായ ഷെയ്ഖ് അബുൽ വഫാ അത്തഫ്താസാനി ആയിരുന്നു ഈ സംഘടനയുടെ നേതാവ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നിര്യാതനാവുകയുണ്ടായി. ആരാണിത് ആള്? തഫ്താസാനി. അതേ, ഷിന്നാവിയുടെ മുമ്പ് ഷെയ്ഖുൽ മശായിഖായ ആളാണ്. താടി തീർത്തും വടിച്ച് വരണ്ടിയ ആളാണ്. എന്നിട്ട് ഒരു ദുസ്സൂചന പോലും PMK ഫൈസി എഴുതിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഫോട്ടോ നമ്മൾ കാണുന്നുണ്ടല്ലോ. തഫ്താസാനി അദ്ദേഹമായിരുന്നു അന്ന് ഷെയ്ഖുൽ മശായിഖ്. അപ്പോഴ് ഷെയ്ഖുൽ മശായിഖ് ഉണ്ടെന്നും മജ്ലിസു തുർഖി സൂഫിയ്യ ഉണ്ടെന്നും ദീനിയായ മുന്നേറ്റങ്ങൾക്കും കൊളോണിയൽ മുന്നേറ്റങ്ങൾക്ക് വിരുദ്ധമായി ഇസ്ലാമിക പൈതൃകത്തെ സംരക്ഷിക്കുന്നതാണ് ഈജിപ്തിൽ നിലവിലുള്ള ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ എന്നും 995-ൽ PMK ഫൈസി എഴുതിയ സാക്ഷ്യം അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അൽ-ഇർഫാദ് പത്രത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി പറയാണ്, ഷെയ്ഖുൽ മശായിഖിന് പുറമെ ഇദ്ദേഹത്തെ കൂടാതെ 10 ത്വരീഖത്ത് ശാഖകളിൽ നിന്നുള്ള പ്രതിനിധികളും. എന്നാലേ കേൾക്കണോ നിങ്ങൾക്ക് കഥ? PMK ഫൈസി ഈ എഴുതിയതുണ്ടല്ലോ, ആ 10-ൽ ഒരാളാണ് മൗലാന ഷെയ്ഖ് മുഖ്താർ അലി മുഹമ്മദ് ദസൂഖി. ഇന്ന്
അപ്പോഴ്